പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ സ്ലീവ മുഴുവക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ 8 നോമ്പിൻ്റെ ആചരണം കൂടി മാത്രവുമല്ല, വ്യാകുലാംബികയുടെ മാസമായിട്ട് ഈ മാസത്തെ പരിഗണിക്കുകയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് അമ്മയോടുള്ള അടുപ്പം കൂടെ പ്രകടമാകുന്ന ദിനങ്ങളാണ് 8 നോമ്പിൻ്റെ ദിനങ്ങൾ. സഭയിൽ അകമാനമായി വളരെ ഉണർവ് നൽകുന്ന ദിവസങ്ങൾ. എല്ലാ ദേവാലയങ്ങളിലും 8 നോമ്പിൻ്റെ പ്രത്യേകമായ ആചരണം ഒരുപാട് കുടുംബങ്ങളെ സ്വാധീനിക്കുന്നു, നന്മ ഭക്ഷിക്കുന്നു എന്ന് നന്ദിയോടെ നമ്മൾ അനുസ്മരിക്കുക. നമ്മുടെ അമ്മ ആരെല്ലാം ദൈവശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ദൈവമാതാവാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ആ കാനായിലെ കല്യാണവേളയിൽ ഇടപെട്ട അമ്മ ഈ കുടുംബങ്ങളെല്ലാം ഇടപെടും. അത് ഇടപെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ കുടുംബം നേരെ പോവില്ല. അമ്മ നമുക്ക് എപ്പോഴും കാരുണ്യവർഷം ഈശോമിശിഹായിൽ നിന്ന് കൃപ വാങ്ങി നമ്മുടെ മേൽ ചൊരിയുന്ന കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹപാത്രമാണെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. അപ്പം അതുകൊണ്ട് 8 നോമ്പിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഭംഗിയായിട്ട് ആചരിക്കേണ്ടതാകട്ടെ. 8 നോമ്പ് എങ്ങനെയാണ് ഉണ്ടായതിനെക്കുറിച്ചുള്ള ചരിത്ര കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ചാരിത്ര സംരക്ഷണാർത്ഥം നമ്മുടെ അമ്മമാർ ദേവാലയത്തിൽ കയറിയിരുന്ന് അത് അടച്ചു തുറ്റിക്കൊണ്ട് കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലും അതിൻ്റെ തുടർച്ചയുമാണ് എങ്കിൽ ഈ കാലയളവിൽ ഈ ഒരു വലിയ കാര്യത്തെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുമോ? വിലയുള്ളതാണ് ചാരിത്രമെന്ന് കണ്ടില്ലേ? സിനിമാ കമ്പനിയുടെ പോർട്ടലുകളിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താ? സ്ത്രീകളെന്താ ഇതുപോലെ അതിശക്തമായിട്ട് പ്രതിരോധിച്ചത്? അടക്കി വെക്കാമെന്ന് വിചാരിച്ച് പേടിപ്പിച്ച് ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ച് കാര്യങ്ങൾ പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ? കാരണം അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പരമസത്യം ചരിത്രം ഇങ്ങനെ കച്ചവടം ചെയ്യപ്പെടേണ്ട കാര്യമല്ല, അത് വിലയ്ക്ക് നൽകപ്പെടേണ്ട കാര്യമല്ല, അത് വഴങ്ങിക്കൊടുക്കേണ്ടതല്ല, കിടന്നു കൊടുക്കാനുള്ളതല്ല. അത് ഏറ്റവും വലിയ അമൂല്യമായ ധനമാണ് സ്ത്രീയുടെ, ഒരു സമ്പത്താണത് എന്നതിൻ്റെ ബോധ്യമല്ലേ ഈ കാണുന്ന ഈ പൊട്ടിത്തെറികളൊക്കെ പിൻപിൽ കിടക്കുന്ന ആ ഒരു നല്ല വശമല്ലേ? അതുകൊണ്ട് ഈ രംഗങ്ങളെല്ലാം ഭയങ്കരമായ രീതിയിൽ ചരിത്ര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ള മറ്റ് പ്രത്യേകിച്ച് സർവകലാശാല ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുന്നത് സിനിമാ രംഗത്തെക്കുറിച്ചാണ്. അല്ലാത്ത രംഗങ്ങളോ യൂണിവേഴ്സിറ്റികളോ നമ്മുടെ പെൺകുട്ടികളൊക്കെ കടന്നീളും തലങ്ങളൊക്കെ എന്താ ഇപ്പോൾ ഇവിടെ കാണുന്ന അവരുടെ ശാരീരിക ബന്ധങ്ങളിൽ ചെന്ന് നിൽക്കുന്ന പ്രണയകാര്യങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണോ? അത്രയും ഒരു വിലയുമില്ലാത്ത രീതിയിൽ ചാരിത്രത്തെയൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പിന്നീട് വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരിന് വിജയിക്കുമോ? വിവാഹമോചനത്തിൻ്റെ നീണ്ട നിരയായിരിക്കില്ല വരാൻ പോകും. അതിലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സിനിമാ നടന്മാർ എന്തുകൊണ്ടാണ് സിനിമാ നടന്മാരുടെ ആത്മഹത്യ ചെയ്തു? അതിനെ ചരിത്രം പഠിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൊട്ടിത്തെറിയും നീതിയുക്തമായ രീതിയിൽ കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു ന്യായാധിപയുടെ കൈവശം അത് എത്തിക്കഴിയുമ്പോൾ ഭംഗിയായിട്ട് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. അതിനവിടെ വ്യക്തികളെ പാറ്റി നിർത്തിയിട്ട് കുറ്റപ്പെടുത്തലല്ല, പൊതുസമൂഹത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ നാശം, ഈ അധപ്പതനം, അത് ഈ പറയുന്ന ലൈംഗിക അരാജകത്വം, അതൊന്നും മനസ്സിലാക്കിയിട്ട് തന്നെ പിൻപിലെ മൂല്യത്തെ തിരിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ 8 നോമ്പിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. ചരിത്ര സംരക്ഷണാർത്ഥം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു, പെൺകുട്ടിയെ മാത്രമല്ല ആൺകുട്ടികളും പണ്ടത്തതിനൊക്കെ ഒരുപാട് ഫ്രീഡം ഇല്ലേ പിള്ളേർക്ക്? കണ്ടുമുട്ടാനും സംസാരിക്കാനും പെരുമാറാനും ചാറ്റ് ചെയ്യാനും ഒക്കെ വീട്ടിൻ്റെ ഏത് തലത്തിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും ആരെയും കാണാതെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏത് പാതിരായിരിക്കും ഇങ്ങനെ ഈ വിധത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നാശങ്ങൾ ഇങ്ങനെ അതിർത്തി വിട്ടിങ്ങനെ അതിർത്തി ഇല്ലാതെ അതിരില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കും, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്കെല്ലാം അറിയാം നമുക്ക്. പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് ചില കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഇന്ന് വാസ്തവത്തിൽ ആ സിനിമാ രംഗത്തെ വനിതകളെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. അവർ വിളിച്ചു പറയാൻ തയ്യാറായല്ലോ. അതേസമയത്ത് മറ്റു തലങ്ങളിലുണ്ടല്ലോ, അതിലെ ഉദ്യോഗമണ്ഡലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പുറത്തു വരുന്നതല്ല, പൊതുവെയാണ് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ശുദ്ധീകരണം നടക്കേണ്ട കാലഘട്ടമല്ല ഇത്.
അത് ചെയ്യാനായിട്ട് വേണ്ടി ലൈസൻസ് കിട്ടാൻ വേണ്ടി, ഇങ്ങനെ ലൈസൻസ് കിട്ടാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പണി എന്താണെന്നറിയാമോ? അതായത് ഈ ചരിത്രത്തെയും ഇങ്ങനെയുള്ള വിശുദ്ധമായ കാര്യങ്ങളെയും വിശുദ്ധമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സഭയുടെ സമർപ്പിതരുടെയും സന്യാസിനികളുടെയും വൈദികരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഒറ്റപ്പെട്ട വ്യക്തി വന്നു കഴിഞ്ഞാൽ അതെടുത്തങ്ങ് പർവ്വതീകരിച്ച് ഇവരെല്ലാം ഇങ്ങനെയാണെന്നുകൊണ്ട് മാധ്യമങ്ങൾ പെരുമ്പറ മുഴക്കിയ കാലം ഉണ്ടായിരുന്നല്ലോ. ഇവരെല്ലാം ഇങ്ങനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ ജീവിതത്തിന് ന്യായീകരണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ധാർമ്മികമായ രംഗത്തെ മുഴുവൻ കലുഷിതമാക്കി മോശമാക്കി ചിത്രീകരിക്കുന്ന പണിയില്ലായിരുന്നു അത്. അതല്ലേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതിച്ച് കാണിച്ചത്. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് അന്നൊക്കെ അതിന് വിധേയമായിരുന്നവരൊക്കെ ഒന്നും മിണ്ടാതെ പൊച്ച മടക്കി സഹിക്കുകയും സഭയുടെ അംഗങ്ങൾ വേദനിക്കുന്നതിന് ഇന്ന് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്, ഭംഗിയായിട്ട് പ്രതികരിക്കും. പഴയ പണിയൊന്നും നടക്കില്ല സന്യാസിനികളുടെ അടുത്തൊന്നും. കാലം മാറിപ്പോയി. നല്ല ഭംഗിയായിട്ട് പ്രതികരിക്കാം. അഭയക്കേസിൻ്റെ കാലമല്ലിത്, ഫ്രാങ്കോ കേസിൻ്റെയും കാലമല്ലിത്. ഇതിൻ്റെ ശക്തിയായി പ്രതികരിക്കാം. അതിൻ്റെയൊക്കെ പിമ്പിൽ ആരായിരുന്നു വളരെ വ്യക്തമായിട്ട് ഇപ്പം ദൈവജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫ്രാങ്കോ കേസിൻ്റെ മുമ്പിൽ, അതിൻ്റെ കോടതിയുടെ മുമ്പിൽ പന്തലിലൊക്കെ വന്നിരുന്ന ആരായിരുന്നു ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിമ്പിൽ നിഗൂഢമായ പദ്ധതികൾ തിരിച്ചറിയുന്ന ഒരു ജനമെന്നിവിടെ ഉണ്ട്. അത് അത്ര എളുപ്പമൊന്നും ഈ സഭയുടെ മൗലികമായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള ആ ധാർമ്മികമായ നിലപാടൊന്നും തകർക്കാനൊന്നും ആർക്കും പറ്റില്ല. അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം എടുത്ത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. നമ്മളിന്ന് പോകുന്നത് പ്രധാനമായിട്ടും വായനയിലെ ഇങ്ങനെയുള്ള അതിൻ്റെ ചേർന്ന് പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ അന്ധവിശ്വാസങ്ങളും, എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് ദൈവം അയക്കുക എന്ന് പറയുന്ന മോശ വാഗ്ദാന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏലിയ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വായനകളിൽ കടന്നു വരുന്നത്. നിയമാവർത്തന പുസ്തകത്തിന് 18 അധ്യായം 14-22 വായിക്കുന്ന ആദ്യത്തെ വായന. ഇവിടെ എന്താ പറയുന്നത്? ഈ അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് പിഴുതെറിയുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ബഹളം ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ധവിശ്വാസ പരിണിതഫലമായിട്ട് ഒരുപാട് കൊല ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് കണ്ണു തുറന്നു കൊലകൾ നടന്നപ്പോൾ. അപ്പം അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം ഉണ്ടാക്കണം പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായി ചടിച്ചിട്ട് ആരും എവിടെ പോയി? ഉണ്ടാവില്ല. കാരണം പേടിയാ. കാരണം മതവിശ്വാസത്തെ കൂടി കാർന്നു നിന്നുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അതിനെ തകർക്കാനാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആളെ പദ്ധതി എങ്കിൽ അത് എതിർക്കപ്പെടുക തന്നെ നടപ്പാകില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാനൊന്നും സാധിക്കുന്നില്ല. അതേസമയത്ത് ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിപാടിൽ വളരെ കൃത്യമായിട്ട് ഇതിനുള്ള താക്കീതുകളും അതിൻ്റെ നിയമങ്ങളൊക്കെ സംഹിതകളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതാ ഇവിടെ പറയുന്ന കാര്യം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെയും ശ്രദ്ധിച്ചിരുന്നു. ജ്യോത്സ്യന്മാരും പ്രശ്നം വെക്കുന്നവരും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് ശ്രദ്ധിക്കേണ്ട. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മിശിഹായുടെ വരവിനെക്കുറിച്ച് സൂചിപ്പിച്ച് പറയുന്ന അവിടെയാണ് ഇതിന് യഥാർത്ഥത്തിലുള്ള ദൈവഹിതം വെളിപ്പെടുത്തപ്പെട്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ, വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുകയും ദൈവത്തിൻ്റെ ആ മനുഷ്യൻ്റെ വിഷമത ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രവാചകൻ്റെ ദൗത്യം. അതിന് പകരമായി പ്രവാചകത്തിൻ്റെ വേഷമണിഞ്ഞു കഴിഞ്ഞ് അംഗീകാരം കിട്ടി അതുവഴി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്ന കള്ളനാണയം കന്നു നിലനിന്നിരുന്നു ഇന്നത്തതുപോലെ തന്നെ. അതുകൊണ്ട് അതിനൊക്കെതിരെയുള്ള വാണിംഗാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഹാറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ എന്താ ഏറ്റവും വളരെ കാര്യമായിട്ടെടുത്ത് പറയാം. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ പേടിയാ, ഭയമാം, കേൾക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവിനല്ലേ, അതായത് ഇത് പ്രായപ്പെട്ടു പോയി അന്ന് താപം അല്ലെങ്കിൽ ഹാറബ് മലയിൽ 10 കൽപ്പന നൽകിയപ്പോൾ പശ്ചാത്തലത്തിൽ അത് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ നടന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെയിൽ നിന്ന് നിന്നെപ്പോയി പ്രവാചകനെ അവർക്ക് വേണ്ടി ഞാൻ അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്ന എല്ലാം അവൻ അവരോട് പറയും. എൻ്റെ നാമത്തിൽ അവർ പറയുമ്പോൾ ശ്രദ്ധിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. പറയുന്ന മുൻകൂട്ടി പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ധിക്കരിച്ചാൽ ദൈവം തന്നെ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു വരുന്ന ഭാഗം. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യങ്ങൾ എൻ്റെ നാമത്തിൽ പറയുകയും ആ പ്രവാചകൻ നാമത്തിൽ സംസാരിക്കുക, ദൈവത്തിന് നാം സംസാരിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ അവൻ വധിക്കപ്പെടും. എന്തോ അന്നത്തെ കാലത്ത് കള്ളനാണയങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കും.
അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്തതാണ്, ഒരു പ്രവാചകൻ്റെ വാക്കിനെ എങ്ങനെ അറിയും എന്ന് നീ മനസ്സിലാക്കി ചോദിച്ചേക്കാം. എങ്ങനെ അറിയും? ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിച്ചത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ അത് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം അത് സംസാരിച്ചതാണ്. അതുകൊണ്ട് അവനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആ ഭാഗം അത് എടുത്ത് നോക്കിക്കഴിയുമ്പം നമുക്കിന്നോട് നമ്മൾ സംസാരിച്ച ദൈവം പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ജീവിതത്തിന് മുമ്പുള്ള യാത്ര, വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയും ദൈവം തന്നെ നമുക്ക് വഴി നടത്താൻ ആളുകളെ തരുന്നുണ്ടെന്ന് നമുക്ക് കരുതണം. അതാണിന്ന് അഭിഷിക്തരുടെയൊക്കെ കാണുന്ന കാര്യങ്ങൾ. അവർ ദൈവനിവേശിതരായിട്ട് വിട്ടിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാനും പറ്റണം. അത് നിങ്ങളുടെ ഇടയിലുള്ള അന്ധവിശ്വാസം എന്തൊക്കെയാണ്? അന്നുണ്ടായിരുന്നല്ലേ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. പ്രശ്നക്കാർ, പ്രാസനികർ പാനപാത്രത്തിലെ ജലം വെച്ച്, അല്ലെ മൃഗങ്ങളുടെ ഉദരകോശങ്ങൾ വെച്ച്, അല്ലെ പക്ഷികളുടെ പറക്കൽ വെച്ച്, അല്ലെ മരച്ചില്ലുകളുടെ കാറ്റടിച്ചുണ്ടാകുന്ന മർമ്മര ശബ്ദം വെച്ച്, ഇതൊക്കെ നിരീക്ഷിച്ച് മനുഷ്യനോട് ഭാവി പറയുന്ന, ലക്ഷണം പറയുന്ന ആളുകളൊന്നുണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ വന്നു കഴിയുമ്പം ചില ആളുകൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഈ തരത്തിലുള്ള ഘട്ടം നടത്തിയൊക്കെ ചില ഭാവി പറയുന്നവരുണ്ടും ശ്രമിക്കാൻ പോകരുത്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും നില പരിശോധിച്ച് ഭാവി കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ജ്യോത്സ്യന്മാരെന്ന് പറയും. മറ്റേത് പ്രാസനിക പ്രശ്നം വയ്ക്കുന്നവർ. ഇപ്പോൾ ജ്യോത്സ്യന്മാർ, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചോട്ടെ, പക്ഷെ നീ അന്ന് വിശ്വസിക്കേണ്ടതാണ് ദൈവം പറയുക. അപ്പോൾ ആഭിചാരക്കാരും മന്ത്രവാദികളും അദൃശ്യ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടം നടത്താനായിട്ട് ശ്രമിക്കുന്നു. ഇത് നന്മയോ അല്ലെങ്കിൽ തിന്മയോ ആകാം. നന്മയ്ക്കോ തിന്മയ്ക്കാകാം. പലപ്പോഴും തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആഭിചാരവും മന്ത്രവാദവും. മന്ത്രവാദം എന്ന് പറയുന്നതിൻ്റെ ഭയപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ആൾക്കാർ പല സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ, ചില വിഭാഗക്കാർ മറ്റുള്ളവൻ്റെ വളർച്ചയെ തകർക്കാൻ വേണ്ടി മന്ത്രവാദം നടത്തി അല്ലെങ്കിൽ ഓതിക്കെട്ടി ഒക്കെ കൊണ്ട് നമ്മുടെ വീടുകളിൽ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തകിടുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ വച്ചിട്ട് പോകുന്നത് കണ്ടെത്തി കഴിയുമ്പോൾ ഭയമായി. അയ്യോ കൂടാത്ത ഇരിക്കുന്നു പറയും. ഒന്നും ഭയപ്പെടേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ അരൂപി ജീവിക്കുകയും ചെയ്യുന്നവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മന്ത്രവാദിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ സഭയിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പിശാചുക്കളൊക്കെ പുറത്താക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭയങ്ങളൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വെളിച്ചപ്പാട്, ക്ഷുദ്ര പ്രവർത്തകർ, ഇതൊക്കെ എല്ലാ അരൂപികളുടെ സഹായത്തോടു കൂടി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പോൾ എല്ലാ കാലത്തുള്ള പോലെ ഇന്നും ഉണ്ട്. ഈ വിദ്യാഭ്യാസം കിട്ടിയ ആധുനിക ലോകത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. മൃതസന്ദേശ വിദ്യക്കാരുണ്ട്. മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെട്ട ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. ആ മൃതസന്ദേശവാദം അന്നുണ്ടായിരുന്ന. അപ്പോൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ കാനാൻകാരുടെ ജീവിതത്തെ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഈ ജനതകളുടെ ദുഷ്ട നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞത്. നിയമാവർത്തനം 9:4. കാനാൻകാരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ ദുഷ്ടത കൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ വെച്ച് ഈ ജനത്തെ തന്നെ നീക്കിക്കളഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേകമായ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല. നിയമാവർത്തനം 9:11 എങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഭാവി അറിയാൻ അങ്ങോട്ട് ഇങ്ങോട്ടും നോക്കിയിട്ട് അയ്യോ പാവം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കാത്തിരിക്കാൻ അറിയില്ല. ദൈവത്തിൻ്റെ ഹിതമറിയാനാണ് ശ്രമിക്കണം. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമുണ്ട്. നിനക്ക് നന്മയെ ദൈവം ചെയ്യും. അഥവാ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് തിരിച്ചാണ് അനുഭവമെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നന്മയെ ദൈവം ചെയ്യാനുള്ള ഉറപ്പായ നിൻ്റെ തലമുറയിൽ നാല് പോലും ഞാറിയ കൊഴിയിലെന്ന ദൈവം നിനക്ക് നന്മയെ ചെയ്യുള്ളൂ നിനക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് പ്രവാചകൻ എന്താണ്? മോശ ദൈവഹിതം അറിയിച്ചപ്പോൾ തന്നെ ഈ വിവേചനത്തോടു കൂടി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ദൈവം അറിയിക്കാൻ അതിന് വിദ്യുക്തമായിട്ട് പെരുമാറുന്നവൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ മലാക്കി പ്രവാചകനായിരുന്നു. പ്രവാചകന്മാർ 4-ാം നൂറ്റാണ്ടോടെ പ്രവചനം അവസാനിച്ചതായിരുന്നു മലാക്കി പ്രവാചകൻ. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിൽ മോശപ്രകാരം ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ ഇടയിൽ നിന്ന്, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ പ്രവാചകനെ ഉയർത്തും, അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണമെന്ന് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നടപടി പുസ്തകത്തിൻ്റെ 3-ാം 22-ാം വാക്യത്തിൽ ആ പ്രവാചകൻ ഈശോയാണെന്ന് പറയും. മോശ എന്ന് പ്രവചിച്ച ആ പ്രവാചകൻ ഈശോ തന്നെയാണ്. അതുകൊണ്ട് ആരാണ് പ്രവാചകൻ എന്ന് പ്രത്യേകിച്ച് 18 വാക്യത്തിൽ എടുത്തു പറയാം. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ അടുക്കിലേക്ക് വിടുന്നവനാണ് പ്രവാചകൻ. കർത്താവ് തൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിൽ വെച്ചു കൊടുക്കുന്നു. കർത്താവ് കൽപ്പിക്കുന്നത് അവൻ ഞങ്ങൾ പറയുകയും ചെയ്യുന്നു.
അതുകൊണ്ട് ധിക്കാരികളായിട്ട് പെരുമാറിയവന് ശിക്ഷയുണ്ടാകും. അപ്പോൾ സ്വയം പ്രവാചകൻ ചമയുന്നവന് ശിക്ഷിക്കപ്പെടും. അപ്പോൾ യഥാർത്ഥ തിരിച്ചറിയാനുള്ള മാർഗം അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് പ്രവചനം ആത്മാർത്ഥമാണെങ്കിൽ ദൈവഹിതം വെളിപ്പെടുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നേരമായ ധാരണയുണ്ടായിരിക്കും. അപ്പോൾ ദൈവഹിതം വെളിപ്പെടുത്തും. അപ്പോൾ അതിനെ അയക്കുന്നു ഇന്നുപോലെ തന്നെ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ കാണുന്ന ഭാവി അറിയാൻ വേണ്ടുന്ന പണികളാണ്. മഷി നോട്ടം, കൈ നോട്ടം, അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം, ഗൗളിശാസ്ത്രം, അല്ലെങ്കിൽ പ്രശ്നം, അതല്ലെങ്കിൽ ശകുനം, അല്ലെങ്കിൽ ജ്യോത്സ്യം, പിന്നെ ഒന്നുമില്ല വാരഫലം, അല്ലെങ്കിൽ മുഹൂർത്തം. പലപ്പോഴും അങ്ങനെയുണ്ടല്ലോ, മുഹൂർത്തം നോക്കി ഇപ്പോൾ കല്യാണമൊക്കെ നിശ്ചയിക്കുന്ന ആ രീതിയിലുള്ള സമൂഹങ്ങൾ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കും. പക്ഷേ നമുക്കത് വേണ്ട. നമ്മെ സംബന്ധിച്ച് 24 മണിക്കൂറും രക്ഷയുടെ നിമിഷങ്ങളാണ്. എവറി നൗ ഈസ് എ മൊമെൻ്റ് ഓഫ് ഗ്രേസ്. അതുകൊണ്ട് രാഹുവും മുഹൂർത്തവും നോക്കി നമ്മൾ കല്യാണം നിശ്ചയിക്കേണ്ട. ചെറുക്കനും പെണ്ണും കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാഹു ആണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ പാടില്ല. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുള്ളതല്ല. ദൈവം നിശ്ചയിക്കുന്ന എല്ലാ സമയവും 24 ശാസ്ത്രീയമായി നോക്കിയാൽ തന്നെയും വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ എൻ്റെ അബ്ദുൽ കലാം എപ്പോഴാണ് അങ്ങനെ മുഹൂർത്തം എങ്ങനെ ചാർജ് എടുക്കേണ്ടതെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ചോദിച്ച ഉടനെ പറയാം, 24 hours ഓഫ് എ ഡേ ഈസ് ഗുഡ് ഫോർ മീ എന്നാണ് പറയും. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് മന്ത്രവാദവും കൂടോത്രവും അതുപോലെ ചാപ്പൻ സേവ, പിന്നെ കുഴിമാട സേവ, അങ്ങനെയുള്ള വിദ്യകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ ഇന്ന് ഭയപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. വഴിതെറ്റിയ ആൾക്കാർ കൂടോത്രങ്ങളുമായിട്ട് നടക്കുമ്പം പേടിച്ചു പോകും. അതിനിടയ്ക്ക് എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ എവിടെയോ തവിടോ കൊല്ലം കുഴിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നേ പുറകോട്ട് നോക്കുക, അയ്യോ ആ പനി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മോൻ വണ്ടിയും കൊണ്ടുപോയി ഉരച്ചതുകൊണ്ടാണ്, അതുമല്ല എങ്കിൽ ഇപ്പോൾ ആ പരീക്ഷയിൽ തോറ്റുപോയതുകൊണ്ട്, ഇങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടാണെന്ന് പറയും. ചിന്തിച്ചുകൊണ്ട് നടക്കരുത് സഹോദര. എൻ്റെ ഏത് കൂടോത്രത്തെ എടുത്തു കളയാൻ കർത്താവിൻ്റെ അരൂപിക്ക് കഴിയും. അത് വിശ്വസിക്കുക. നിൻ്റെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ കർത്താവിലും സഭയിലുമാണോ നിൻ്റെ വിശ്വാസം. അങ്ങനെ നീ ഭയപ്പെടുക. ഇതിനൊക്കെ തൊട്ട് ഏശുകയുമില്ല. എന്ന കാര്യം മറ്റേ തിന്മയുടെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്ന കാര്യം ഓർക്കും. കൂടോത്രമൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, തിന്മയുടെ ശക്തി വെച്ചാൽ ഉണ്ട്, അത് സന്നിവേശ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ നിനക്കിട്ടത് കൊള്ളില്ല. കാരണം അവിടെ നിൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അത് നീ തന്നെ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവയ്ക്കെതിരെ ആദ്യത്തെ താക്കീതാണിത്. ദൈവജനത്തിന് നൽകുന്ന താക്കീത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ചാടുകൊണ്ടും അന്ധവിശ്വാസത്തിനെതിരെ വളരെ കൃത്യമായിട്ട് അന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവജനത്തിന് താക്കീത് നോക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് വഴിതെറ്റിപ്പോലെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാനാണ് പറയുന്നത്. ആദ്യ വായന അതാണ്. രണ്ടാമത്തെ വായനയിലേക്ക് കിടക്കുമ്പോൾ ഏലിയായുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു ഗീതമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 48 അധ്യായം 1-11 വരെ വാക്യങ്ങൾ. ഒരു ഗീതം, ഒരു സംഗീതമാണ്. വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചത് മനോഹരമായ ഏലിയായെക്കുറിച്ചാണ്. അനന്തരം പ്രവാചകൻ ഏലിയ അഗ്നി പോലെ പറ്റിപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു എന്നൊക്കെ പറയുന്നത് ഭാവനയിലൂടെ സാഹിത്യ രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് പദ്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അഗ്നി പന്തം പോലെ അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി, അവൻ്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. അതായത് ഏലിയ പ്രവാചകൻ പറഞ്ഞു, യാഹാബ് രാജാവിൻ്റെ എന്ന് പറഞ്ഞു, ഞാൻ പറയാതെ ഇവിടെ 3 വർഷത്തേക്ക് മഴ പെയ്യില്ല. അതുണ്ടായി, ക്ഷാമമുണ്ടായി. അതായി പറഞ്ഞു വന്നത്. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവനാണ്. അത്തരം പ്രവൃത്തികളെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്ന മറ്റാരുണ്ട്? ഏലിയയുടെ പുറത്ത് ഒരു അത്ഭുതം കണ്ടു നടന്നിരുന്ന കാലഘട്ടം. ഏറ്റവും വലിയ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെയല്ല, അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ നീ ഉയർപ്പിച്ചു. അതായത് മരിച്ചവനെ ഉയർപ്പിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, അത്യുന്നതൻ്റെ വാക്കുകൊണ്ട്. അതായത് സറേപ്പായിലെ വിധവയുടെ ഒത്തൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വിഷമിച്ച് സങ്കടപ്പെട്ട പ്രവാചകനെ ഭക്ഷണം കൊടുത്തുന്ന ആ സ്ത്രീ വന്ന് കരഞ്ഞലപിച്ചപ്പോൾ അവൻ്റെ മേൽ ശരിക്ക് പ്രാർത്ഥനയുടെ ഈ പ്രവാചകൻ അവനെ ഉയർപ്പിച്ച് കൈകൊടുത്തു എന്നാണ് അതിൻ്റെ രഹസ്യം. ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് അത്യുന്നതൻ്റെ വാക്കുകൊണ്ടാണ്. അപ്പോൾ നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. രാജാക്കന്മാർ ഇന്നത്തെ കാലത്ത് ഉണ്ടായ സാഹചര്യമാണ് നമുക്ക് അറിയാവുന്ന. അതായത് ആഹാബ് രാജാവിന് മുമ്പിൽ പോയി ശക്തമായ ഭീഷണി മുഴക്കി അദ്ദേഹം. അവസാനം എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആഹാബ് വധിക്കപ്പെട്ടു. അതുപോലെ തന്നെ ജെസബേൽ രാജ്യം വധിക്കപ്പെട്ടു. സീനായി വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികരണത്തിൻ്റെ വിധികളും നീ ശ്രമിച്ചു. എന്താ
അതായത് സീനായി വെച്ച് നീ ഭീഷണി നിനക്കുണ്ടായി, അതായത് നീ ഒളിച്ചോടിയില്ലേ, ഭയപ്പെട്ട് നീ പോയില്ലേ, എത്രയോ 1000 കിലോമീറ്റർ നീ ഓടി ഇവിടെ നിന്ന്, കാർമൽ മലയുടെ മുകളിൽ നിന്ന്. രാജ്ഞിയുടെ കൽപ്പനയുണ്ടായി 24 മണിക്കൂറോളം നിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓടിപ്പോയ വഴിക്ക് തളർന്നു കിടന്ന് തുടങ്ങിയപ്പോൾ കാക്കകൾ അപ്പം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു നീരത പേര് അവിടെപ്പോയിരുന്ന ഒരു അരുവി പറ്റിപ്പോയി കഴിഞ്ഞാൽ ആകപ്പാടെ വിഷമിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു സറേപ്റ്റായിലെ ആ വിധവയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത്, നീ എന്തെടുക്കുക, വിറക് വറുക്കുക, എന്താണ് അല്പം മാവുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കി ഇച്ചിരി എണ്ണയും ഉണ്ട്, ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ മകനും കൂടി അത് കഴിച്ചിട്ട് മരിക്കാൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യയിലിരിക്കാം. അത്രയ്ക്ക് വലിയ ക്ഷാമമാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു എനിക്കൂടെ അപ്പം ഉണ്ടാക്കി തരണമെന്ന് പറയും. പക്ഷേ അവനപ്പോഴെ ഭയപ്പെട്ടു. പക്ഷേ ഉണ്ടാക്കിയപ്പോഴോ അങ്ങനെ വർദ്ധമാനമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അയ്യോ പ്രവാചകനെ ഇപ്പം തിരിച്ചറിയാനായിട്ടിടയാൻ. അപ്പം അതുകൊണ്ട് ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലേക്കാണല്ലോ നീ സമ്മോഹിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ അവസാനം അങ്ങനെയാണ്. ഏലിയ എടുക്കപ്പെടുകയുണ്ട്, ആഗ്നേയ ആയിട്ടുള്ള രഥങ്ങളുടെ എടുക്കപ്പെടുന്നു പറയുന്നത്. അതായത് എലീഷായും ഏലിയായും കൂടെ പോകുന്ന ആ കഥ നമുക്കറിയാവുന്നതാണ്. എലീഷ എല്ലാ ശിഷ്യന്മാരും, അതായത് പ്രവാചക ശിഷ്യന്മാരും ഒരു ഗണം തന്നെ ഉണ്ടായിരുന്നു, 100 കണക്കിന്. അവരെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ എലീഷ പറഞ്ഞു ഇല്ലില്ല, എവിടെ എൻ്റെ ഗുരു പോയാലും ഞാൻ കൂടെ വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പോകാൻ മാറ്റിയില്ല, പറ്റില്ല, ഞാൻ വരും. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞത് വലിയ പോയി. അവസാനം എന്നാ പറഞ്ഞ് എനിക്ക് നീ എന്താ എനിക്ക് ആഗ്രഹിക്കുന്ന, അയ്യോ എനിക്ക് നിൻ്റെ ആ വരത്തിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടണമെന്ന് പറയും. പക്ഷേ അത് തരാം, പക്ഷേ ഒരു കാര്യം ചെയ്യും, നീ ഏകാഗ്രതയോടുകൂടി ഞാൻ എടുക്കപ്പെടുന്നതിന് കാണുക കിട്ടുമെന്ന് പറയും. അങ്ങനെയാണ് ഏലിയ എടുക്കപ്പെട്ടപ്പോൾ ആ അങ്കി വന്ന് അദ്ദേഹത്തിൻ്റെ തോളിൽ വീഴുകയും ആ അങ്കി കൊണ്ടുവന്ന് അവിടെ ഓട്ടം അടിച്ചു കഴിയുമ്പോൾ വെള്ളം ഉണ്ടായിട്ട് മാറുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി എലീഷയുടെ ശക്തി ഏലിയയേക്കാൾ ഇരട്ടിച്ചു. അപ്പം ദൈവത്തിൻ്റെ കോപം അങ്ങളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏലിയ വന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ വീണ്ടും വരുമെന്ന് പറയും. യോഹന്നാനെ കുറിച്ചാണ് പറയും. പിതാക്കന്മാരുടെ മക്കളെ ഹൃദയത്തിലേക്കും പിതാക്കന്മാരുടെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കാൻ, പുത്രന്മാരുടെ പിതാക്കന്മാരിലേക്കും തിരിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിരുന്നു. ഏലിയ വീണ്ടും വരുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം നിന്നെ കണ്ടവരും നിൻ്റെ സ്നേഹത്തിന് പാത്രങ്ങളുമാരും അനുഗ്രഹീതരാണെന്ന് പറയുന്ന അതൊരു ഗീതമാണ് 2ാമത്തെ വായന നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ ഏലിയ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം, ഇതൊരു ഗാനമാണ്. അതുകൊണ്ട് സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കത്തക്ക വിധത്തിൽ അവൾ പാപത്തിൽ മുഴുകി. അതുകൊണ്ടാണ് അപ്പോൾ ആ ഘട്ടങ്ങളിൽ ജെസബേൽ രാജ്ഞി പാപത്തിൽ മുഴുകി. അതുകൊണ്ടാണ് ആഹാബിൻ്റെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിനെ ശക്തമായിട്ട് എതിർക്കാനായിട്ട് ഇടയാ. പാപപങ്കിലമായ സാഹചര്യത്തിലാണ് മഴ പെയ്യില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരുന്നത്. അതൊരു അഗ്നിയുടെ ദിനമായിട്ട് കർത്താവിൻ്റെ ദിനത്തെ എടുത്ത് അവതരിപ്പിച്ചു. അതായത് മലാക്കി പ്രവാചകൻ കൃത്യമായിട്ട് പറഞ്ഞ് കർത്താവിൻ്റെ ദിനം വരാൻ പോകുന്നു. യോഹന്നാനും എടുത്തു പറഞ്ഞു. മലാക്കി 3:19 പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു. വളരെ കൃത്യമായിട്ട് കർത്താവ് അരുളി ചെയ്യുന്നു. ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. കർത്താവ് ദിനത്തെക്കുറിച്ചാണ്. അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാവും. ആ ദിവസം വേരും ശാഖയും അവശേഷിക്കുന്ന വിധം അത് ദഹിപ്പിച്ച് കളയും. അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് പ്രഭാഷണം ഇങ്ങനെ പറയുന്നത്, ഏലിയായ അഗ്നിയോട് താരതമ്യം അങ്ങനെയാണ്. അതായത് കർത്താവിൻ്റെ ദിനത്തെ പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ സാഹചര്യം അതുകൊണ്ടാണ്. അപ്പോൾ ഏലിയ എന്ത് ചെയ്തു? ക്ഷാമകാലം 2 രാജാക്കന്മാർ 8:3 കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും, അത് 7 വർഷം നീണ്ടു നിൽക്കുമെന്ന് പറയും. അതായത് 2 രാജാക്കന്മാരെ 8-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയും. അപ്പോൾ അതുകൊണ്ട് 1 രാജാക്കന്മാർ 19:10 പറയുന്ന ഗുഹയിലാണ്. നീ എന്തെടുക്കായില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ? സൈന്യങ്ങളുമായ കർത്താവിനെ തീക്ഷ്ണത ഞാൻ ജ്വലിക്കുകയാണ്. അപ്പോൾ ദൈവം പരമാവശം ആവശ്യപ്പെട്ടു. ഇപ്പോൾ 1 രാജാവ് 18:38 അതാ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുക്കളും കല്ലും മണ്ണും ഒക്കെ ദഹിപ്പിക്കാൻ ചാലിൽ വെള്ളം നിറക്കിയത്. എന്താണ്? ബാലിൻ്റെ പുരോഹിതന്മാരെ വെല്ലുവിളിച്ച് ബലിയർപ്പിക്കാൻ പറഞ്ഞു. രാജവും രാജകൊട്ടാരം വരാൻ പറഞ്ഞു. ആരുടെ ബലിയെ സ്വീകരിക്കുന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ അവർ ബലിയർപ്പിച്ചിട്ട് ഉറഞ്ഞു തുള്ളിയിട്ടും ബലി സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഏലിയ എന്ത് ചെയ്ത് 12 കല്ലുകൾ എടുത്ത് ബലിപീഠം ഉണ്ടാക്കി. അതായത് ഇസ്രായേലിൻ്റെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ 12 കല്ലുകൾ ആ ബലിപീഠം ഉണ്ടായതിനു ശേഷം അവിടെ ബലിവസ്തു വെച്ചിട്ട് 7 കുടം വെള്ളം കൊണ്ട് നനച്ചു. ഭയങ്കരമായിട്ട് നനച്ച് കുതിർത്ത് വെള്ളം തളം കെട്ടി നിന്നെടുത്ത് കർത്താവിനോട് കണ്ണുകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ച്, കർത്താവെ
നീ ജീവിക്കുന്നവനായ ദൈവമാണെന്ന് ഈ ജനം അറിയേണ്ടതിന് ഈ ബലിവസ്തു സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അഗ്നി ഇറങ്ങി ഈ കല്ലും മണ്ണും മുഴുവൻ ദഹിപ്പിച്ചിട്ട് വെള്ളവും വറ്റിച്ച് കളഞ്ഞു എന്നുള്ള കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സർയപ്താൽ വിധവയുടെ മകനെ, അതായത് കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി, ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിനെ തിരിച്ചുകൊണ്ടേ കൊടുത്ത അത്ഭുതകരമായ രീതിയിൽ പ്രവചി ഈശോ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ വാങ്ങി ചെയ്യുന്നതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഈ പ്രവാചകന്മാർ കടന്നു വരുന്നത്. അപ്പോൾ ഏലീഷായെ അഭിഷേകം ചെയ്ത് വിടുന്നു. 2 രാജാക്കന്മാർ 8, 7, 15 പറഞ്ഞ് ഹസായേലുണ്ട്, നീ സിറിയായി രാജാവാകുമെന്ന കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നതുകൊണ്ട് സിറിയയിലെ രാജാവിനെ അഭിഷേകം ചെയ്യാം. അതായത് ഹോറബ് മലയുടെ ഗുഹയ്ക്കകത്ത് പോയിരുന്ന ഈ ഏലിയ പ്രവാചകൻ ഇപ്പോൾ കർത്താവ് വിളിച്ചു, നീ എന്ത് ചെയ്യുക, സൈന്യങ്ങൾ ദൈവമായ കർത്താവിനൊക്കെ തീരെ ജോലിയിലില്ല, നീ പുറത്തോട്ട് വരണം. അപ്പോൾ ഒന്ന് പരാതിപ്പെട്ടു, അയ്യോ നിനക്ക് വേണ്ടി ഇനി ആരുമില്ല, അവരെല്ലാവരെയും കൊന്നു കളഞ്ഞ് ഞാൻ മാത്രമെന്ന് പറയുമ്പോൾ മണ്ടൻ, നിനക്ക് വേണ്ടി ആരും ഇല്ലെന്നോ എനിക്ക് വേണ്ടി ആരും ഇല്ലെന്നോ, ഞാൻ ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ അവശേഷിപ്പിച്ചുകൊണ്ട് നീ പോയി അവിടെ പോയ ഹസായേലിനെ നീ സിറിയയിലെ രാജാവായിട്ട് വാഴിക്കണം. അതുപോലെ നിനക്ക് നിൻ്റെ അഭിഷിക്തനായ എലീഷയെ നിൻ്റെ പിൻഗാമിയുമായി നമുക്ക് പറഞ്ഞിട്ട് നിൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞു വിടുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഏലിയാവ് ഒരു ചുഴലിക്കാറ്റിലൂടെയാണ് എടുക്കപ്പെട്ടത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 1:17 യോഹന്നാനെ കുറിച്ച് പറയുന്നത്, ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. കണ്ടോ, സ്നാപകനെ കുറിച്ച് അവൻ ഈശോ തന്നെ അവൻ ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി. മത്തായി 11:10 പറയുന്നു, ഇപ്പം എന്താ പറ്റിയത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിനക്ക് വേണ്ടി പോയി നിനക്ക് വഴിയൊരുക്കും എന്നാണ് പറയുന്നത്. സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുക. 14 അധ്യായത്തിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലി എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപകനെ അവതരിപ്പിക്കണം. അപ്പോൾ ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചു, ആദ്യം ഏലിയ, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിബന്ധന പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈശോ പറഞ്ഞു, എല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഏലിയ വരുന്നത്, എന്നാൽ ഞാൻ നിങ്ങളോട് വന്നത് ഏലിയ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്നാപയോഹന്നാൻ തന്നെയായിരുന്നു, പക്ഷേ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയാണ്ട് പോയി. എങ്കിൽ അവർ അവനെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അവരെ ഇഷ്ടമുള്ളതിലും അവനോട് പെരുമാറിയെന്ന് കർത്താവ് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്ന 2ാമത്തെ വായനയിൽ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചും, അതായത് ഈശോ അന്ന് രൂപാന്തരപ്പെട്ടപ്പോൾ ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ടതുപോലെ കർത്താവിൻ്റെ ദിനം അതെടുത്ത് സൂചിപ്പിക്കുക. അതാ ഒരു വിധിയുണ്ട്, അതാണ് ഏലിയ നമ്മൾ സൂചിപ്പിക്കുക. ഏലിയ എന്ന് പറയുന്ന ആ പ്രതിഭാസം തന്നെ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിധിയുണ്ട്, കർത്താവിൻ്റെ ദിനമുണ്ട് എന്ന സത്യമെ പഠിപ്പിക്കുക. ഏലിയാസിലെ മൂശക്കാലത്തിൻ്റെ പ്രധാന പ്രമേയം തന്നെയല്ലേ, നമ്മുടെ സഭ നീങ്ങുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലേക്ക്. അവസാനം ഒരു വിധിയുണ്ട്. നമ്മെ സംബന്ധിച്ചുകൊണ്ട് വിധി നമ്മുടെ മരണമാണ്, അവിടെയാണ് തനത് വിധി എന്നത്. ഈ തനവിധിയുടെ പൊതുപ്രഖ്യാപനമാണ്, ഭയങ്കരമായ പ്രഖ്യാപനമാണ് അവസാന അന്ത്യവിധിയിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നത്തെ വചനഭാഗത്ത് ഹെബ്രായർക്ക് ലേഖനം 11:20-29 വരെയാണ്. അതായത് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 23-29 വാക്യങ്ങളാണ് 3ാമത്തെ വചനഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നത്. അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. നമുക്ക് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളതാണല്ലോ വിശ്വാസം എന്ന് പറഞ്ഞാലേ, അതെ ഏതെങ്കിലും തരത്തിലുള്ള അന്ധതയല്ല, അല്ലെങ്കിൽ ഒരു അടിമത്വമല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളല്ല. വിശ്വാസം എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ജീവനാണ്. അതുകൊണ്ട് മോശയെ എടുത്ത് പറഞ്ഞിട്ട് പറയാം, വിശ്വാസം മൂലം അവൻ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കന്മാർ 3 മാസം അവൻ ഒളിപ്പിച്ചു. എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു, രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. 3 മാസത്തെ ഈ കൊച്ചു വീട്ടിൽ കിടന്ന് കരഞ്ഞും കാറി കൂടിപ്പം അയ്യോ പിടിക്കുമെന്ന് അവർ പേടിച്ചില്ല. കാരണം അവർക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു. ഹെബ്രായക്കാർക്ക് ഉള്ള ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, വിശ്വാസം മൂലം അവൻ്റെ ജീവിതം മൂലം നിഴലിക്കുന്നത് വിശ്വാസമാണ്. അപ്പോൾ മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടത് അവന് അത് വിശ്വാസം മൂലം അവനത് നിഷേധിച്ചു. താഴെ മോശയ്ക്കറിയാൻ താൻ ആരാണ്, അടിമത്തം അനുഭവിക്കുന്ന പാവപ്പെട്ട ജനത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ കർത്താവിൻ്റെ പദ്ധതിപ്രകാരം ഞാൻ രാജകൊട്ടാരം വളരുന്നതിന് അവസരം കിട്ടി. പക്ഷേ എങ്കിലും വിശ്വാസം മൂലം രാജാവിൻ്റെ മകളുടെ മകൻ എന്നുള്ള പദവി നിഷേധിച്ചു. അപ്പം പാപത്തിൻ്റെ നൈമിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നത് അവന് ഇഷ്ടപ്പെട്ടത്. അതാണ് വിശ്വാസത്തിന് പ്രത്യേകത. യഥാർത്ഥ വിശ്വാസി ജനങ്ങളോട് താതാത്മ്യപ്പെട്ട് പോവും. അവരുടെ ക്ലേശങ്ങളും കണ്ണുനീരും ഒക്കെ അവൻ്റെ ഉള്ളിൽ പതിയും. അപ്പോൾ അതുകൊണ്ട് ചേർന്ന് പോകും. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ, ഈജിപ്തിലെ ആ നിന്ദനങ്ങൾ, അതായത് വിലയേറിയ സ്വത്തായവൻ കരുതി.
ഈജിപ്തിലെ നിധികളേക്കാൾ വലിയ സ്വത്തായി ക്രിസ്തുവിനെ പ്രതി സഹിക്കണം എന്ന് നമുക്ക് ഈജിപ്ത് കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് അത് കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞാൽ വന്നേ. പക്ഷേ ഈശോ മിശിഹ അന്ന് എന്നും ഒരാളാണ്. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ടെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കർത്താവ് സഹിച്ച് നിന്നതിനും പീഡനങ്ങളുടെയും പ്രതിഫലനങ്ങളാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. ഏത് പ്രതിഫലത്തിലാണ്? ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിലും. അതുകൊണ്ട് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. സ്ഥലം വിട്ട് അവിടെ നിന്ന് രാജകുമാരൻ പോയത് എങ്ങോട്ട്? അങ്ങ് രാജാവിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള മീഡിയാൻ ദേശത്തേക്ക് പോയി അവിടെ ഒരു ആട്ടിടനായി പോയി. അദൃശ്യനായനെ ദർശിച്ചതുപോലെ അവൻ അവിടെ സഹിച്ചു നിന്നും. അങ്ങനെ നിന്നപ്പോഴാണ് ഈ മുൾപ്പടർപ്പ് കാണാനും ഒക്കെ ഇടയായത്. ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്ന വിശ്വാസത്താൽ അവൻ പെസഹ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു. അപ്പം അത് തമ്പുരാൻ്റെ പ്രവൃത്തി മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്താൽ ദൈവസന്നിധി തന്നെ സമർപ്പിച്ചതാണ്. വിശ്വാസത്താൽ അവൻ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നവർ. അത് വിശ്വാസത്താലാണ് നടന്നത്. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരെ അത് വിഴുങ്ങിക്കളഞ്ഞു. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾ 7 ദിവസം വലത്ത് വെച്ചപ്പോൾ ഇടിഞ്ഞ് താഴെ വീണു. ചരിത്രമല്ലേ? ആ ജെറീക്കോ കോട്ട താഴെ വീണു. അതുപോലെ തന്നെ വേശ്യയായ റാഹാബ് വിശ്വാസം നിമിത്തം ചാരന്മാരെ സമാധാനം സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികൾ ഒപ്പം നശിച്ചില്ല. വേശ്യ റാഹാബിനെ കർത്താവിൻ്റെ അതായത് ആ വലിയ വംശാവലിയിൽ ഇടം പിടിക്കുന്നതിന് റാഹാബിനെ സാധിച്ചു. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ശിശുവായ മോശ പൊതുവിൽ പറഞ്ഞാൽ വിശ്വാസം മൂലമാണ് അവിടെ രക്ഷിക്കപ്പെടുന്നതാണ്. ഒക്കെ ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. അതുപോലെ മാതാപിതാക്കളുടെ വിശ്വാസവും. അതുകൊണ്ടാണ് 3 മാസത്തേക്ക് ഭയം കൂടെ അവനെ വളർത്തിയത്. അപ്പോൾ ദൈവത്തിന് പ്രിയങ്കരം സുന്ദരനായിരുന്നു പറഞ്ഞാൽ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. അപ്പോൾ ദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയമുള്ളവ എന്ന അർത്ഥത്തിലാണ്. ദൈവഭയം. അപ്പോൾ അതുകൊണ്ട് ആ സൂതി കർമ്മണികൾ പോലും ആ ദൈവഭയമുള്ളവരായിട്ട് തീർന്നു. ഇപ്പോൾ ദൈവഭയം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഭയപ്പെടുകയില്ല, ആരെയും ഭയപ്പെടുകയില്ല, ദൈവത്തിൻ്റെ പ്രീതിയായിരിക്കും. അപ്പോൾ അവഗണിക്കപ്പെട്ട അടിമകളിൽ ഒരുവനാണ് താൻ എന്നുള്ള അവബോധം ഉണ്ടാകാൻ കാരണം ഈ ദൈവഭയമാണ്. അതുകൊണ്ട് അവൻ്റെ ആത്മാവത്ത അല്ലെങ്കിൽ ആത്മാവ് അവൻ്റെ ജനത്തോട് ബന്ധപ്പെട്ട് നിന്നിരുന്നു. ദൈവജനത്തിൻ്റെ അംഗത്വത്തിൽ അഭിമാനിച്ചിരുന്നു. അപ്പോൾ ഈജിപ്തുകാരനെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളൊരു സംഭവം ഉണ്ടായതിൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു വഴി ഒരു നിമിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒളിച്ചോടി പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് സുഖത്തോടെല്ലാം ഇവിടെ പറയും. ഭൗതികമായ എല്ലാ സുഖത്തും അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ലേ പറയുന്നത്, കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തിനു വേണ്ടിയാ? അധാർമികതയ്ക്ക് കോംപ്രമൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, നിനക്ക് ധാരാളം സിനിമകൾ കിട്ടുമെന്ന്, അല്ലാണ്ടിരുന്നാൽ നിനക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുമെന്ന്. ഇവിടെ മോശയോട് പറഞ്ഞതാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ രാജകൊട്ടാരത്തിലെ ഫറവോയായിട്ട് മാറുമായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്തില്ല, കോംപ്രമൈസ് ചെയ്തില്ല. ഈജിപ്തുകാരനെ കൊന്നു കുഴിച്ചു മൂടി, എന്നിട്ട് നിക്കക്കള്ളിയില്ല, സ്ഥലം വിട്ട് ഓടി. അതായത് അവിടെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. അപ്പം ഇന്നത്തെ കോംപ്രമൈസ് എന്ന കാര്യം നടക്കുന്നതാണ് മനസ്സിലാകുക. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ് എന്ന് വളരെ ആളുകൾക്ക് പരിചിതമായ ഒരു പദമായിട്ട് മാറിയിട്ടുണ്ട്. ആധ്യാത്മിക മൂല്യങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനും തയ്യാറാകാത്തവർ അവർ അനുഗ്രഹീതരാണ്. അല്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും തയ്യാറാകുന്നവർ പോകുന്ന നാശത്തിലേക്കാണ്, അവസാനിക്കുന്ന ആത്മഹത്യയിലുമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ നൈമിഷികമായ സുഖത്തിന് പ്രാധാന്യം കൊടുത്തില്ല. കഷ്ടപ്പാട് പങ്കുപറ്റുന്നതാണ് താല്പര്യം. അപ്പോൾ തള്ളി പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അവനെ അതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എന്ത് ചെയ്തു? വേദനകൾ, അതുപോലെ ശാശ്വത ഭാഗ്യത്തേക്കാണ് തോന്നുന്നു വേദന ഉൾക്കൊള്ളാൻ കഴിച്ചു. അതുകൊണ്ട് ഈശോ തന്നെയല്ലേ പഠിപ്പിച്ചേ, സുവിശേഷ ഭാഗ്യങ്ങൾ തന്നെ പഠിപ്പിച്ചേ. ഗോതമ്പുമണി നിലത്ത് വീണ് അറിയാതെ അതിൻ്റെ സുവിശേഷതല്ലേ പഠിപ്പിച്ചേ. അത് മുളയ്ക്കുകയില്ല, അത് വളരുകയില്ല. അപ്പോൾ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗം തന്നെയാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ലത് തിരഞ്ഞെടുക്കാൻ ഉത്കൃഷ്ടവും സനാതനവുമായതിനു വേണ്ടി നിസ്സാരവും താൽക്കാലവും അതിനെ ഉപേക്ഷിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈജിപ്തിലെ നിധികളേക്കാൾ വലിയ നിക്ഷേപം ദൈവം നൽകുമെന്ന് മോശ വിശ്വസിച്ചു. അതാണ് പറഞ്ഞത്, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ വിലയേറിയ സമ്പത്തായിട്ട് അവൻ കരുതിയെന്ന്. ക്രിസ്തുവിനെ പ്രതി പറയുമ്പോൾ അന്ന് ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് ചോദിക്കരുത്. കർത്താവ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു.
അബ്രഹാം മുമ്പ് ഞാനുണ്ട് അന്ന് ഇന്നും എന്നും കർത്താവ്. അത് ക്രിസ്തുവിനെ പ്രതി അത് ഏറ്റു പറച്ചില്ല. സങ്കീർത്തനം 17:68-17 പറയുന്നു, അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ അനാവരണം ചെയ്തതും. സങ്കീർത്തനം 68:17. സങ്കീർത്തനം 69:19 ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു. അതേ സങ്കീർത്തനത്തിൻ്റെ 89:51 കർത്താവെ അവിടുത്തെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു, അങ്ങയുടെ അഭിഷിക്തൻ്റെ പിൻഗാമിയിലെ അവർ പരിഹസിക്കുന്നു. അതുകൊണ്ട് നിന്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ വലിയ നിധി കണ്ടെത്താനുള്ള മാർഗങ്ങളായിട്ട് ഇതെന്താ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്തിൻ്റെ സമഗ്രതയാണ് എടുത്തു കാണിക്കുന്നത്. ക്രിസ്തു എന്ന് ഇവിടെ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ വിശ്വാസ സമഗ്രത എടുത്ത് പറയുക. അബ്രഹാത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കർത്താവ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഹനത്തിലേക്കാണ് എല്ലാ തലമുറയിലേക്കുള്ള വിശ്വാസത്തിൽ നടന്നെടുക്കുന്നത്. അതുവഴി അനുഗ്രഹിക്കപ്പെട്ട ആൽഫ ആൻഡ് ഒമേഗ കർത്താവ് തന്നെയാണ്, രക്ഷാകരമായ സഹനം. അതുകൊണ്ട് ഏത് ജീവിതത്താണ്ട് ജീവിച്ചവനായാലും ശരി ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് പങ്കുചേരുമ്പോഴാണ് അവൻ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എന്നായിരുന്നു, അതുകൊണ്ടാണ് വിശ്വാസം മൂലം അവന് ഈ പറയുന്ന ഈജിപ്തിൻ്റെ വലിയ അധികാര സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകാനായിട്ടിടയായി. അബ്രഹാത്തിനെ കുറിച്ച് പറയുന്നില്ലേ, വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അതനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. അതായത് 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുക, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെയാണ് അബ്രഹാം പുറപ്പെട്ടത്. കാരണം അവൻ വിശ്വാസം മൂലമാണ് മുമ്പോട്ട് ഓരോ കാലം എടുത്തു വെച്ചിരുന്നത്. അതുകൊണ്ട് ഫറവോയെക്കുറിച്ചുള്ള ഭയമൊന്നും അദ്ദേഹത്തിന് പിന്നീടുണ്ടായില്ല. അപ്പോൾ ഒളിച്ചോടി മീഡിയാനിലെത്തിയെങ്കിലും പിന്നീട് അതേ ഒരിക്കൽ ഫറവോയ്ക്കാരും കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാത്ത ഒളിച്ചോടി മീഡിയാനിലെത്തി എന്ന് 2:15 നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുന്നു ഫറവോയെ, പക്ഷേ പിന്നീട് ഭയപ്പെടാത്ത മോശയെ കാണും. അവിടെ ഭയപ്പെടുന്നു ഫറവോയെ, എന്നിട്ട് ഒളിച്ചോടി. പക്ഷേ പിന്നീട് നാം കാണുന്ന ദൈവം നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഭയപ്പെടാത്തവനായി ഈ ഫറവോയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന മോശയെ നാം കാണുന്നു. അദൃശ്യനായവനെ ദർശിച്ചതുപോലെ അവൻ സഹിച്ചു നിന്നു. അപ്പോൾ വലിയ ഭയത്തിലും ആശങ്കയിലും വധഭീഷണിലും ഒക്കെ മോശയെ പിടിച്ചു നിർത്തിയത് വിശ്വാസമാണ്. എന്താ വിശ്വാസം എന്ന് പറയാൻ, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നത് ലഭിക്കുന്ന ഉറപ്പുമാണ് വിശ്വാസം എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മോശയുടെ വിശ്വാസത്തിൻ്റെ അത് പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്ന പെസഹ ആചരിച്ചും രക്തം തളിച്ചതൊക്കെ ക്രിസ്തു സംഭവത്തിൻ്റെ പെസഹ കുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്തിൻ്റെ മുന്നോടിയായിരുന്നു അന്നത്തെ പെസഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയവും സന്ദേശവും എന്ന് പറയുന്നത് മോശയുടെ വിശ്വാസമില്ലാതെ എങ്ങനെ അദ്ദേഹത്തെ ഈ കണക്കിന് മനുഷ്യരെയും കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേക പ്രമാണങ്ങളോ വഴികാറ്റുകളോ ഒന്നും ഇല്ലായിരുന്നല്ലോ, വിശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് മഹാസംഭവങ്ങളുണ്ടായി. ചെങ്കടൽ എല്ലാം വറ്റി വരണ്ട് അക്കരെ കടന്നു, എത്രയോ ചെങ്കടലിൽ നിബന്ധിച്ചു. അതുകൊണ്ട് ജെറീക്കോ എന്ന് പറയുന്ന മതിലിന് ചുറ്റും 7 പ്രാവശ്യം നടന്ന് പ്രാർത്ഥനാ നിരതരായി കഴിയുമ്പോൾ ജോഷുവ നേരത്തെ മതിൽ തന്നെ ഇടിഞ്ഞ് താഴെ വീണു. അതുപോലെ തന്നെ റാഹാബ് എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന വേശ്യയായിരുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ദൈവം കൊടുത്തതുകൊണ്ട് അവരുടെ ജീവിത രീതിയിൽ നിന്ന് പ്രത്യേകമായുള്ള ആ അവസ്ഥയിൽ നശിച്ചു പോകാതെ അവർ രക്ഷിക്കപ്പെട്ട കൂടെ ഇടയായി. ഇതോട് ചേർന്നാണെന്ന് മത്തായി സുവിശേഷത്തിൻ്റെ 17-9-11 വാക്യം നമ്മൾ നൽകപ്പെട്ടിരിക്കുന്നത്. കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞു ഏലിയായുടെ ആഗമനത്തെക്കുറിച്ച്. ഏലിയയുടെ ആഗമനത്തെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഭാഗങ്ങൾ അതിൻ്റെ സമാപനം വന്നത്. ഇപ്പോൾ ആ മുഴുവൻ ഇന്ന് ഏലിയയെ കുറിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. മലയിൽ നിന്നിറങ്ങുമ്പോൾ ഈശോ ഇവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയണ്ട. എന്തിനങ്ങനെ പറഞ്ഞേ? താപോബന്ധം നിർവാഹപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് പോയി പറയാനല്ലേ പറയേണ്ടത്, അങ്ങനെയല്ല പറഞ്ഞേ. ഇപ്പം ആരോടും പറയണ്ട. കാരണം എന്താണ്? മരിച്ചു ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമേ അത് ലോകത്തിന് വെളിപ്പെടുകയുള്ളൂ. ശിഷ്യന്മാരോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഏലിയ വരും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല, തങ്ങൾക്ക് ഇഷ്ടമെല്ലാം അവർ അവനോട് ചെയ്തു. അതായത് യോഹന്നാൻ്റെ ഗളച്ഛേദം നടത്തി അവൻ്റെ ശിരസ് ഛേദിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമല്ല അവരോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും
അവരിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കാൻ പോകുന്നു. സ്നാപയോഹന്നാനെ പറ്റിയാണ് അവർ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഇതാണ് അവസാന ഭാഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം. കർത്താവ് പറയുന്നു, പീഡാനുഭവത്തെക്കുറിച്ച് മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവം മരണോത്ഥാനവും അതുപോലെ തന്നെയായിരുന്നു സ്നാപയോഹന്നാൻ വഴികാട്ടിയായിട്ട് വന്നവനും. അതുകൊണ്ട് ഇതൊരു വലിയ രഹസ്യമാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നത് വരെ ഈ രഹസ്യം ആരോടും പറയുന്ന, മരിക്കുന്നവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് താൻ ഉയർക്കുന്നത് വരെ ആരോടും പറയണമെന്നാണ് പറഞ്ഞു. ഇപ്പോൾ ഏലിയ വരണമെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യർക്ക് പ്രശ്നമായി. ഇപ്പോൾ യോഹന്നാനാണ് ഏലിയ എന്ന കർത്താവ് എടുത്തു പറയുന്നു. അപ്പോൾ അവൻ്റെ രക്ഷാചരിത്രത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം നൽകിയ ഏലിയ വന്നു അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്തു. അപ്പോൾ മലാക്കി പ്രവാചകൻ പറഞ്ഞിരുന്നു, മലാക്കി 4:5, കർത്താവിൻ്റെ മഹത്വം ഭീതിജനകമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കാൻ അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഇതെടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ആ യോഹന്നാൻ ജനനത്തിൻ്റെ അവസരത്തിൽ തന്നെ ഇതേ ദൗത്യം തന്നെ വാങ്ങിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നു. ലൂക്ക 1:17 പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ച് വിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുമ്പേ പോകും എന്ന സ്നാപകനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് വളരെ പ്രസക്തമായിരിക്കും. ഇപ്പം ഈശോ ഈ ബന്ധം വളരെ വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ ആ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അങ്ങനെ ശിഷ്യന്മാർ സംശയം ദൂരീകരിച്ചു. മഹത്വത്തിൽ പ്രവേശിക്കുന്നത് കുരിശിലൂടെയാണ് എന്ന കാര്യം ഇവിടെ പഠിപ്പിക്കുക. കുരിശിലൂടെയാണ് മഹത്വത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ കുരിശ് മഹത്വം മറച്ചു വെച്ചിരിക്കുന്ന പ്രതീകമാണ്. മഹത്വം മറച്ചു വെച്ചിരിക്കുന്നു, അതിലൂടെയാണ് നാം മഹത്വത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ സുവിശേഷം കൺക്ലൂഡ് ചെയ്ത് വരുന്നത് ആദ്യം തൊട്ട് പറഞ്ഞ മോശയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞതിന് ശേഷം ഏലിയ പ്രവാചകൻ കർത്താവിന് മുൻകൂട്ടി കടന്നു വന്ന് അത്ഭുതകരമായ രീതിയിൽ കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്ന പ്രഖ്യാപനം ചെയ്ത് കാർമൽ മലയുടെ ബലിവേദിയിൽ ആ ബലി സ്വീകരിക്കപ്പെട്ട അവസാനം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് അണഞ്ഞ് അവിടെ ആ സന്നിധിയിൽ നിൽക്കുമ്പം കർത്താവ് നിൽക്കുന്ന തമ്പുരാൻ കൊടുക്കുന്ന പ്രചോദനവും തുറന്നു വരുന്ന കാര്യങ്ങളൊക്കെ നാം ഇത് വളരെ ഭംഗിയായിട്ട് ഈ വചനഭാഗത്തോടെ അവതരിപ്പിച്ച് നമുക്ക് ലഭ്യമാകാൻ. എന്നിട്ട് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചാൽ ഏലിയ വരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ മിശിഹായുടെ വരവിന് മുമ്പ് ഏലിയ വരും. കർത്താവ് പറഞ്ഞു ശരിയാണ്, പക്ഷേ ഏലിയ വന്നു കഴിഞ്ഞു. അതായത് അവർക്ക് ഇഷ്ടമല്ല അവനോട് ചെയ്തു. ഉടനെ സ്നാപയോഹന്നാൻ വന്നു. സ്നാപയോഹന്നാൻ്റെ തല അവർ വെട്ടി അവർക്ക് ഇഷ്ടമെല്ലാം ചെയ്തു. ഇതുപോലെ തന്നെ മനുഷ്യപുത്രൻ അവരെ പീഡിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു, വധിക്കപ്പെടേണ്ടിയിരിക്കുന്നു, പിന്നീട് ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് സമാപിപ്പിക്കാം ഇന്നത്തെ ചിന്തയിൽ. അതായത് വളരെ മനോഹരമായി ഏലിയാസിലെ മോശക്കാലത്തിന് രണ്ടാമത്തെ ഞായറാഴ്ച വിധി ദിനത്തെക്കുറിച്ചും കർത്താവ് ദിനത്തെക്കുറിച്ചും ഏലിയായുടെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ അന്ത്യദിനത്തിൻ്റെ പ്രഭയെക്കുറിച്ചൊക്കെയുള്ള പറഞ്ഞ ഭാഗങ്ങൾ ഹൃദയത്തെ സ്വാധീനിക്കട്ടെ. ഈശോ മിശിഹാ നമ്മെ ആശീർവദിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.